ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ഈ ഒരു തമ്മിൽ ഇടപ്പോൾ തന്നെ നിങ്ങൾക്ക് പിടിയിട്ടിട്ടുണ്ടാവും. ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയുടെ ആൻസർ പേപ്പർ ഡിസ്കഷൻ ആണ്. എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആദ്യം തന്നെ പറയട്ടെ ഗൈസ്, ഇത്രയും ലേറ്റ് ആയതിന് സോറി. എനിക്ക് വയ്യായിരുന്നു ഗൈസ്, എനിക്ക് പനി, ജലദോഷം തുടങ്ങിയ എല്ലാ അസുഖവും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ലേറ്റ് ആയത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഫോൺ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇത് എൻ്റെ അച്ഛൻ്റെ ഫോണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോണിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. എൻ്റെ ഫോണിലും അമ്മയുടെ ഫോണിലും ഒന്നും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ ക്ലാരിറ്റി ഇല്ല. എനിക്ക് നന്നായിട്ട് തന്നെ വീഡിയോ ഇടുമ്പോൾ നന്നായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ അത് ഇത്തിരി കൂടി ബെറ്റർ എൻ്റെ അച്ഛൻ്റെ ഫോണിലാണ്. സോ ദാറ്റ്സ് വൈ ആണ് ലേറ്റ് ആയത്. അപ്പോൾ പറയട്ടെ ഗൈസ്, നമ്മുടെ ഈ പ്രാവശ്യത്തെ എൻ്റെ സൗണ്ടൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ, സോറി. എന്തായാലും നിങ്ങളൊന്ന് ക്ഷമിക്കുക. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഫിസിക്സിൻ്റെ കെമിസ്ട്രിയുടെ എക്സാമിൻ്റെ റിവ്യൂ ആണ് പറയാൻ വേണ്ടിയിട്ട് പോണത്. ഈ പ്രാവശ്യത്തെ ഫിസിക്സ് എക്സാം പിന്നെയും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. കാരണം മുമ്പത്തെ എക്സാം എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ഇത്തിരി മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. മുമ്പത്തെ എക്സാമിൽ എനിക്ക് മാത്സിനും ഫിസിക്സിനായിരുന്നു മാർക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ പ്രാവശ്യം ഫിസിക്സ് എനിക്ക് അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ കെമിസ്ട്രിയിൽ ഈ പ്രാവശ്യം എനിക്ക് കുറഞ്ഞു പോകുന്നതാണ് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച് ചെല്ലും, അവിടെ ചെന്ന് കഴിയുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുമ്പില്ലേ എല്ലാവരും പോകും. ശരിക്കും അങ്ങനെ വേണം പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കെമിസ്ട്രി ഇതായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ. മൂന്നെണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ മൂന്നാമത്തെ പേപ്പറിൻ്റെ ഒരു സൈഡ് ഇത്തിരി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അസർഷനും റീസണും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എന്താ പറയുക, കൂടുതലായിട്ടും ഈ ഒരു കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്ലാസ് റൂമിൽ ചെന്നിട്ട് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കില്ലേ, ആ ടൈമിൽ പഠിച്ചതല്ലാതെ അവിടെ ബ്രെയിനിൽ നിന്ന് പോകണ പോലെ ഒരു ഫീലിംഗ് തോന്നി. കാരണം ടഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്ന് പറയുന്നില്ല, എന്നാലും ഇത്തിരി ടഫായിരുന്നു എനിക്ക്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ ഈ പ്രാവശ്യത്തെ ഫിസിക്സ് എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി എനിക്ക് ഫിസിക്സാണ് ഇത്തിരി കൂടി ഈസി ആയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കെമിസ്ട്രീനേക്കാളും ഈസി ഫിസിക്സ് ആയിരുന്നു. ഫിസിക്സിൽ നമുക്ക് അത്യാവശ്യം ബ്രെയിൻ ഉപയോഗിച്ച് എഴുതാൻ പറ്റിയ ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു നിഗമനം. എനിക്ക് അങ്ങനെ കേട്ടോ തോന്നിയത്. ഞാൻ ഫിസിക്സിന് പ്രിപ്പയർ ആയിട്ടുണ്ടായിരുന്നില്ല, ഇത്തിരി കൂടി പ്രിപ്പയർ ആവാനുണ്ടായിരുന്നു. പക്ഷേ ഫിസിക്സ് എനിക്ക് അത്യാവശ്യം ഓക്കെ ആയിരുന്നു. ബട്ട് കെമിസ്ട്രി എന്ന് പറയുന്നത് നല്ല ടഫായിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ടഫായിരുന്നു. അങ്ങനെ ഒരു ഇതാണ് കേട്ടോ. ഈ ഒരു മാത്സ് വന്നതിനേക്കാളും ടഫ് ആണെന്ന് പറയുന്നില്ല, എന്നാലും ഒരു ടഫായിരുന്നു. എനിക്ക് കെമിസ്ട്രി ടഫായിരുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. രണ്ടെണ്ണം അടിപൊളിയാക്കി എന്ന് പറയാനുള്ള ഈ ഒരു ഫിസിക്സ് ഓക്കെ ആയിരുന്നു. പക്ഷെ കെമിസ്ട്രിയുടെ കാര്യത്തിൽ വരുമ്പോൾ ഇത്തിരി ഒരു ഇതുണ്ട്, എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുകയാണ്. ടഫ് ഈസി ഒട്ടും പറയില്ല, ടഫായിരുന്നു ഇത്തിരി കൂടി കേട്ടോ. അപ്പോൾ ഞാൻ ഭയങ്കര വിഷമത്തിലായിരുന്നു. ഈ പ്രാവശ്യത്തെ മാത്സും കെമിസ്ട്രിയാണ് എൻ്റെ ഇത്തിരി കൂടി ഒന്ന് മാർക്ക് കുറയാൻ ചാൻസ് ഉള്ളത്. ബാക്കിയെല്ലാം ഓക്കെ ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇനിയിപ്പോൾ 3 എക്സാംസ് കൂടി ഉള്ളൂ, നമുക്കിനി മൺഡേയും ട്യൂസ്ഡേ കൂടി ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയെല്ലാം സെറ്റ് ആവുമെന്ന് എനിക്ക് ഉറപ്പാണ്. ബയോളജിയുടെ കാര്യം എന്തായാലും ഞാൻ അപ്ലോഡ് ആക്കുന്നതായിരിക്കും. എല്ലാത്തിൻ്റെയും വീഡിയോ അപ്ലോഡ് ആക്കാം കേട്ടോ. ഈ ഒരു 2 ദിവസം നമ്മൾ കെമിസ്ട്രി കേട്ടോ, ഇംഗ്ലീഷും ബയോളജിയും അപ്ലോഡ് ആക്കാം വീഡിയോ സ്റ്റഡി വ്ളോഗായിട്ട്. പിന്നെ മൺഡേ നമ്മൾ മലയാളം സെക്കൻഡിൻ്റെ വീഡിയോ അപ്ലോഡ് ആക്കാന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് പറയണത് വേറൊന്നുമല്ല, എനിക്ക് ഈ ഒരു കോൾഡിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എക്സാം പറയുകയാണെങ്കിൽ ശരിക്കും ഈ ഒരു കെമിസ്ട്രിയിൽ ഫിസിക്സിൽ അത്യാവശ്യം അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു. സ്റ്റേറ്റ്മെൻറ്റും റീസണും അത്യാവശ്യം മനസ്സിലാക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സെക്ഷൻ ബിയും കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഇത്തിരി ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് വർക്ക് ഡൺ എന്നൊക്കെ പറഞ്ഞു വന്നിട്ടില്ലേ, അതിൻ്റെ ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ ഇത്തിരി ഡൗട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ കൂടുതലും വെയിറ്റ് കണ്ടുപിടിക്കാനോ അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഫ്രീ ഫാള്, സെന്റിമെന്റൽ ആക്ഷൻ, അതൊക്കെ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ആണെങ്കിൽ കൂടുതലും അത് തന്നെ ഞാൻ പറഞ്ഞ പോലെ വർക്ക് ഡണ്ണ്, പിന്നെ വെലോസിറ്റി കണ്ടുപിടിക്കുക, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ ആണെങ്കിൽ ഗൈസ്, ഈ ഒരു കെമിസ്ട്രിയിൽ എനിക്ക് ഇത്തിരി കൂടി ഹേറ്റ് അടിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ്, ഡബിൾ ഡീകമ്പോസിഷൻ, റിയാക്ഷൻ ഒക്കെ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിസ്പ്ലേസ്മെന്റ്, റിയാക്ഷൻ അതൊക്കെ എഴുതാൻ പറഞ്ഞപ്പോൾ ഞാൻ എഴുതി. പക്ഷെ അതിൻ്റെ നേരെ നോക്കുമ്പോൾ 1 മാർക്കേ ഉള്ളൂ. അത് ഇത്തിരി കൂടി ബോറായി പോയെന്ന് എനിക്ക് തോന്നി. കാരണം അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു പാരഗ്രാഫാണ് ഇതിൻ്റെ ആൻസേഴ്സ്. അപ്പോൾ ദാറ്റ്സ് വൈ ഇത്രയെങ്കിലും മാർക്ക്, ഒരു 2 മാർക്ക് അറ്റ്ലീസ്റ്റ് അതില്ല. ഞാൻ അതിൻ്റെ നേരെ നോക്കിയപ്പോൾ ഞെട്ടിപ്പോയിട്ടോ. അത് ശരിക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. അതിന് 1 മാർക്ക് വെച്ചേ ഉള്ളൂ. അപ്പോൾ അതെനിക്ക് ഭയങ്കര വിഷമമായി പോയി. ബാക്കി എല്ലാവരും കുഴപ്പമില്ലായിരുന്നു, എല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്.
പക്ഷെ ആൻസേഴ്സ് വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും അറിയില്ല. നമുക്കൊരു എഴുതുമ്പോൾ ഏകദേശം ഒരു ഊഹം ഉണ്ടാവുമല്ലോ. എനിക്ക് ഇത്തിരി ടഫായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ കെമിസ്ട്രി മാത്സും എനിക്ക് ടഫായിരുന്നു, അത്യാവശ്യം ഇത്തിരി ടഫായിരുന്നു എന്ന് പറയാം. ഈ ഒരു ഫിസിക്സ് ഒക്കെ ഓക്കെ ആയിരുന്നു കേട്ടോ. മുമ്പത്തെ ഓൺ എക്സാമിനേക്കാളും അപേക്ഷിച്ച് ഫിസിക്സ് ഈ പ്രാവശ്യം നല്ല അടിപൊളിയായിട്ട് തന്നെ എഴുതാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ കെമിസ്ട്രിയുടെ കാര്യം മുമ്പത്തെ എക്സാമിന് നന്നായിട്ട് എഴുതാൻ പറ്റിയെങ്കിൽ ഈ എക്സാമിന് അത്യാവശ്യം ഓക്കെ ആയിരുന്നില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായവും എല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ. ഈ ഒരു മാത്സിന്റെ എക്സാമിന്റെ അത്രയും വരില്ല ഈ ഒരു കെമിസ്ട്രിയുടെ എക്സാം. എന്തായാലും മാത്സിന് എനിക്ക് ഭയങ്കര ഒരു വിഷമമുണ്ടായ ഒരു കാര്യമായിരുന്നു. എന്തായാലും അതൊക്കെ ഇപ്പോൾ ഓക്കെ ആയി. എന്തായാലും എന്ത് വരികയാണെങ്കിലും നമ്മൾ എന്തായാലും അത് നേരിടേണ്ടി വരുമല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ നമ്മളത് വിചാരിച്ചിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളും എല്ലാവരും കമൻറ്റ് ചെയ്യുക. നാളെ നമ്മൾ സ്റ്റഡി വ്ളോഗൊക്കെ ആയിട്ട് വരാം. സോ എല്ലാവരും ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ, എൻ്റെ പേര് നവമി, ഞാനൊരു കുട്ടി വ്ളോഗറും ഇതുപോലത്തെ മോട്ടിവേഷൻ, ഗ്രോത്ത്, സ്റ്റഡി വ്ളോഗ് അങ്ങനെയൊക്കെ ഇടുന്ന ആളാണ്. ക്രാഫ്റ്റ് ചെയ്യും, അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്നെ പറ്റിയിട്ട് അങ്ങനെ ഇൻട്രൊഡ്യൂസ് ഒന്നും ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. കുറേ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ പുതിയതായിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഞാനൊരു ചെറിയ ഒരു എന്താ പറയുക, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇൻഫ്ലുവൻസർ ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ കുറേ പേര് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ എക്സാം റിവ്യൂ നമ്മുടെ കെമിസ്ട്രി ആൻഡ് ഫിസിക്സിൻ്റെ. പിന്നെയാണെങ്കിൽ ഗൈസ് എനിക്ക് ഇതുകൂടി തോന്നിയിട്ടുണ്ടായിരുന്നു, കെമിസ്ട്രീനെ അപേക്ഷിച്ച് ഫിസിക്സിൽ ഇത്തിരി കൂടുതൽ ക്വസ്റ്റ്യൻ കിട്ടിയ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഫിസിക്സിൽ പെട്ടെന്ന് തീർക്കാൻ പറ്റി. പിന്നെയാണെങ്കിൽ 1.25 മണിക്കൂർ കൊണ്ട് തീർക്കാന്ന് പറയുന്നത് ഇത്തിരി പാടായിരുന്നു. അറ്റ്ലീസ്റ്റ് ഒരു 2.25 മണിക്കൂർ 2 മണിക്കൂറെങ്കിലും തന്നെയൊന്നും എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊന്നും എൻ്റെ കാര്യങ്ങൾ കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം കറക്റ്റ് ആയിട്ടൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ. ഞാൻ വോയിസ് മെസ്സേജ് ആയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ നാളെ സ്റ്റഡി വ്ളോഗൊക്കെ ആയിട്ട് വരും. സോ ഡു സബ്സ്ക്രൈബ്, സപ്പോർട്ട് മീ എക്സെട്രാ. സോ ബൈ ഡിയേഴ്സ്.